ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണോ? എന്താണ് പരിപാടികളൊക്കെ? വിഷുവൊക്കെ ആയില്ലേ? ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയാവും. ക്ലീനിങ്ങൊക്കെ ചെയ്യണ്ടേ, വീടൊക്കെ സുന്ദരിയാക്കണ്ടേ? വിഷുവൊക്കെ ആയില്ലേ? അടുത്ത ആഴ്ചയാണ് വിഷു. എനിക്ക് തോന്നി ഇന്ന് നമുക്കൊരു ഇസ്റ്റു കറി അങ്ങ് വെച്ചാലോ. അപ്പോൾ അതിലേക്കുള്ള ഐറ്റംസ് നോക്കാം. അമ്മയുടെ സ്പെഷ്യൽ ഇസ്റ്റു കറിയാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സബോള, പച്ചമുളക്, വേപ്പിലയും ഇഞ്ചി. ഓക്കെ, പിന്നെ ഇവിടെ 1-ാം പാലും 2-ാം പാലും. അപ്പോൾ വിഷുവിന് സ്പെഷ്യലായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ഇസ്റ്റു കറി. അപ്പോൾ അങ്ങനെ ഇസ്റ്റു വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പൊട്ടാറ്റോസ് കട്ട് ചെയ്ത് വെച്ചത് കുക്കറിലിടണം കേട്ടോ. കുക്കറിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി അങ്ങ് കഴിയും. എന്നിട്ട് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. ഫസ്റ്റത്തെ ഒരു വിസിൽ വരുന്ന വരെ വെന്ത് കിട്ടിയാൽ മതി. ഒന്ന് ജസ്റ്റ് വെന്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പൊട്ടാറ്റോ അരിഞ്ഞ് വെച്ചതൊക്കെ വെക്കാം. ആക്ച്വലി ഇത് ഞാൻ അമ്മനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അമ്മയ്ക്ക് നാണമായി ഗൈസ്. ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം, അമ്മ വരും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞേ, നമ്മൾ പൊട്ടാറ്റോ അങ്ങനെ അരിഞ്ഞ് വെച്ച പൊട്ടാറ്റോസൊക്കെ ഇതിലേക്ക് ഇടാം. എല്ലാ കഷ്ണങ്ങളും ഇടണം കേട്ടോ. നമ്മുടെ സബോളയും ഒക്കെ അരിഞ്ഞ് വെച്ചത് ഇങ്ങനെ ഇടാം കേട്ടോ. കണ്ടോ, ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എല്ലാത്തിലേക്കും പോകും. ഈവൻ അപ്പം, ചപ്പാത്തി, ചോറിലേക്ക് അല്ലേ, എല്ലാത്തിലേക്കും പോകും. അപ്പോൾ ഈ അരിഞ്ഞ് വെച്ചത് എല്ലാതും പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഒക്കെ ഇട്ട് നമുക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1-ാം പാല് ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അതിലേക്ക് ശകലം ഉപ്പ് ഇട്ടെടുക്കാം. അടുത്തതായി സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഈ സ്റ്റൂവിൽ ഇത് ചേർക്കാൻ പോകുന്നത്. ഈ മസാലകൾ ഇതിലേക്ക് ഇടണം. കുഞ്ഞി കഷ്ണമാണ് കേട്ടോ ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാണ്. അധികം ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ഭയങ്കര കുത്തുമണായിരിക്കും. അപ്പോൾ കുറച്ച് മാത്രം എടുത്ത് ഇടാൻ പാടുള്ളൂ. കുറച്ച് മാത്രം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി കുക്കർ അടിച്ച് വെച്ചിട്ട് വേവിക്കാം. ഗായ്സ്, കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് കുക്കറിൽ നിന്ന് എടുത്ത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് തിളപ്പിക്കണം. തിളപ്പിച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. എന്നിട്ട് നമ്മുടെ ഈ 1-ാം പാല് ഇങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഓക്കെ ഗായ്സ്, ഞാനിത് അങ്ങനെ അടുപ്പത്ത് വെച്ചു. അത് കണ്ടോ, തിളച്ചു. ഈ വെള്ളം അങ്ങ് വറ്റണം കേട്ടോ. അപ്പം നമ്മൾ 2-ാം പാലിട്ടിട്ടാണ് ഇത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ച്. കുക്കർ തുറന്നപ്പോൾ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് മസാലയൊക്കെ ഇട്ടുണ്ടായിരുന്നു. അധികം മസാല ഇടരുത് കേട്ടോ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അധികം മസാല ഇടരുതെങ്കിൽ ഭയങ്കര കുത്തു മണമായിരിക്കും. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. എന്നിട്ട് വേണം നമ്മൾ വെള്ളം വറ്റിയിട്ട് നമുക്ക് 1-ാം പാൽ ഒഴിക്കാനായിട്ട്. അതിലത്തെ വെള്ളമൊക്കെ വറ്റി ഇത്രയ്ക്കും ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. എടുത്തു. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പാല്, 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് കട്ടിപ്പാലാട്ടോ, കണ്ട. ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് തള വരുമ്പോൾ ഇത് ഓഫ് ചെയ്യണം. തള വന്നു, കണ്ടില്ലേ? തള വന്നില്ല, അപ്പോൾ ഓഫ് ചെയ്യണം. ഈ പാത്രം വെച്ച് അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുക കേട്ടോ. നെയ്യ് ഒഴിച്ചു. അതിലേക്ക് വേപ്പലയും മുളകും ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നെയ്യാണ് കേട്ടോ. നെയ്യിലാണ് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കതിലേക്ക് ഒഴിക്കണം. നെയ്യില്ലാതെ എന്താഘോഷം കണ്ട, ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വാവ്, അങ്ങനെ നമ്മുടെ അടിപൊളി ഇസ്റ്റു ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഗൈസ്. കണ്ടോ, നല്ല രസമുണ്ട്, നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇസ്റ്റു. വിഷുവിന് വയ്ക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം അങ്ങ് കുറയ്ക്കാം. ഇപ്പം നമ്മൾ നാളികേരപ്പാൽ ഒഴിച്ച് കൊടുത്തില്ലേ, ആ നാളികേരപ്പാൽ ഒഴിക്കുന്നതിൻ്റെ എമൗണ്ട് ഇത്തിരി കുറയ്ക്കുക. അപ്പം അത് കട്ടയായിട്ട് കിട്ടും. ഓക്കെ, ഇന്നിപ്പോൾ നാളികേരപ്പാൽ ഫുള്ളും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറിലേക്കും കഴിക്കാം, പിന്നെ ചപ്പാത്തിയോ അപ്പോ അതിലേക്കൊക്കെ കഴിക്കാൻ പറ്റും. പക്ഷേ മെത്തേഡൊക്കെ സെയിം തന്നെ. പക്ഷേ ഒരു കാര്യമുണ്ട് ഗൈസ്, ആ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇടാൻ മറക്കരുത്. അതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്, നല്ല മണമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവരും സുഖമായിട്ടിരിക്കണം. ടേക്ക് കെയർ, ബൈ, സീ യു.